ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് PN ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു PN ജംഗ്ഷൻ നമുക്ക് പേരിൽ തന്നെ അറിയാം, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ഉള്ള ഒരു കോമ്പിനേഷനാണ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കമ്പൈൻ ചെയ്ത് വയ്ക്കുക. കമ്പൈൻ ചെയ്തതിന് ശേഷം ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷനിൽ പറയുന്ന പേരാണ് നമ്മൾ PN ജംഗ്ഷൻ എന്നും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസുമാണെന്ന്. അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസുമാണ്. ഇങ്ങനെ നമ്മൾ ഒരു PN ജംഗ്ഷൻ കമ്പൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ റീജിയണിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഈ ജംഗ്ഷൻ ഡിഫ്യൂസ് ചെയ്ത് പി റീജിയനിലേക്ക് ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ ഇലക്ട്രോൺ അതിൻ്റെ എനർജി ലോസ് ചെയ്തിട്ട് അവിടെയുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ അവിടെ നടക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ റീകോമ്പിനേഷൻ നമ്മൾ ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്തു പോയ ഫ്രീ ഇലക്ട്രോണും അവിടെ ഓക്യുപ്പൈ ചെയ്ത ഹോളിനെയും എലിമിനേറ്റ് ചെയ്ത് കളയും. അങ്ങനെ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻ റീജിയണിൽ ആ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ഒരു പോസിറ്റീവ് അയോൺ ഫോം ചെയ്യും. ആ പോസിറ്റീവ് അയോൺ അവിടെയുള്ള നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യുകയൊന്നുമില്ല, പക്ഷെ അവിടെ ഒരു പോസിറ്റീവ് അയോൺ ഫോർമേഷൻ നടക്കും. അതുപോലെ തന്നെ നമ്മുടെ പി റീജിയണിലുള്ള ഹോളും ഓട്ടോമാറ്റിക്കായി എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺ എലിമിനേറ്റ് ആയ പോലെ തന്നെ പി റീജിയണിലുള്ള ഹോൾസും എലിമിനേറ്റ് ആയി പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെയുള്ള ഹോൾസും നമ്മൾ എലിമിനേറ്റ് ആയി പോകുന്നത്. നമ്മൾ നേരത്തെ എൻ റീജിയണിൽ കണ്ട പോലെ തന്നെ ഈ ഹോൾസ് എലിമിനേറ്റ് ആവുന്ന സമയത്ത് പി റീജിയണിൽ ഒരു നെഗറ്റീവ് അയോൺ ഫോം ചെയ്യും. എൻ റീജിയൻ്റെ അടുത്ത് ഒരു പോസിറ്റീവ് അയോണും പി റീജിയൻ്റെ അടുത്ത് ഒരു നെഗറ്റീവ് അയോണും ഫോം ചെയ്യും. നിങ്ങൾക്ക് ഈ ഡയഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ലെയർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് അയോൺസ് പി ടൈപ്പിൻ്റെ ജംഗ്ഷൻ്റെ അടുത്തും അതുപോലെ തന്നെ എൻ ടൈപ്പ് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ഒരു ലെയർ ആയിട്ട് പോസിറ്റീവ് അയോൺസും ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെ നമ്മൾ എൻ ടൈപ്പിൻ്റെ അടുത്തുള്ള പോസിറ്റീവ് അയോണും പി ടൈപ്പിൻ്റെ അടുത്തുള്ള നെഗറ്റീവ് അയോണും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആ ജംഗ്ഷൻ്റെ അക്രോസ് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡിനെ നമ്മൾ പറയുന്നത് ജംഗ്ഷൻ ഫീൽഡ് ഓർ ബാരിയർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അങ്ങനെ ഒരു ജംഗ്ഷൻ ഫീൽഡ് അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലേക്കോ പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലേക്കോ ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡ്രിഫ്റ്റ് സാധ്യമല്ല. കാരണം ആ ജംഗ്ഷൻ ഫീൽഡിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിന് സ്പേസ് ചാർജ് റീജിയൻ എന്നാണ് പറയുക. ആ ലെയറിനെ നമ്മൾ പറയുന്ന പേര് ഡിപ്ലീഷൻ ലെയർ എന്നാണ്. ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ ഫ്രീ ഇലക്ട്രോൺസും ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ഹോൾസും ഈ ലെയറിൽ ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ഈ ലെയർ ഒരിക്കലും ഇലക്ട്രോൺസിൻ്റെ ഫർദർ മൂവ്മെൻറ്റിനെ സമ്മതിക്കില്ല. അതൊരു ബാരിയറായിട്ട് അവിടെ നിൽക്കും. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡ്രിഫ്റ്റിനെ അത് സാധ്യമാക്കില്ല. അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ വോൾട്ടേജ് അവിടെ സെറ്റപ്പ് ചെയ്യും. കാരണം പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും നമുക്ക് അപ്പുറം നിൽക്കുന്നുണ്ട്. അത് രണ്ടും കൂടി അവിടെ ഒരു ഇൻറ്റേർണൽ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യും. ആ വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഇനി നമ്മൾ ഈ ബാരിയർ മുറിച്ച് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്
എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്ക് ബാരിയർ മുറിച്ച് കിടക്കണം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിൽ കൂടുതൽ ഒരു ഫോഴ്സോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാരിയറിനെ മുറിച്ച് കടക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പറയുന്നത് സിലിക്കോൺ കൊണ്ടും ജർമ്മേനിയം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഒരു സിലിക്കൺ ഡയോഡ് തന്നെയാണെന്ന് വയ്ക്കുക. സിലിക്കൺ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിലിക്കൺ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ടാണ്. അതുപോലെ തന്നെ ജർമേനിയം ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.3 വോൾട്ടാണ്. ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിലിക്കോൺ ഡയോഡാണ് അഥവാ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സിലിക്കോൺ ഡയോഡിനെ കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ജംഗ്ഷനെ ബ്രേക്ക് ചെയ്യാനോ നമ്മൾ ഈ ബാരിയർ പൊട്ടൻഷ്യലിൽ മുകളിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ അത് ആ ബാരിയർ ബ്രേക്കായിട്ട് അങ്ങോട്ട് ഇലക്ട്രോൺസോ ഹോൾസിൻ്റെ മോഷൻ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സിലിക്കോണിനാണ് ബാരിയർ പൊട്ടൻഷ്യൽ കൂടുതൽ. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കോണിന് വളരെ അറ്റോമിക് നമ്പർ വളരെ കുറവാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അറ്റോമിക് നമ്പർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള കോവാലന്റ് ബോണ്ടിന് കുറച്ചുകൂടി സ്റ്റേബിളാണ് ജർമേനിയത്തിനെ വെച്ച് നോക്കുന്ന സമയത്ത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ അല്ലെങ്കിൽ കോമ്പോണൻറ്റ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയോഡോ അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററോ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള കോഡ് നെയിംസ് ഉണ്ട്. ഓക്കെ, ആ കോഡ് നെയിമുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ കോഡ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ആയിരിക്കും. ആ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ആ കോമ്പോണൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ലെറ്റർ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ എടുക്കുന്ന കോമ്പോണൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ് എന്നുണ്ടെങ്കിൽ അത് ജർമേനിയം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ്. അത് ബി ആണെങ്കിൽ ആ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കോൺ കൊണ്ടാണ്. സി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ സി ആണെങ്കിൽ അത് കോമ്പൗണ്ട് മെറ്റീരിയൽ സച്ച് ആസ് ഗാലിയം ആർസനൈഡ്. അതുപോലെ തന്നെ ആർ ആണെങ്കിൽ കോമ്പൗണ്ട് മെറ്റീരിയൽസ് സച്ച് ആസ് കാഡ്മിയം സൾഫൈഡ്. ഫസ്റ്റ് ലെറ്റർ അപ്പോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു, കാരണം വിച്ച് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് യൂസ്ഡ്, അതാണ് ഫസ്റ്റ് ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ലെറ്റർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ, ആ കോമ്പോണൻറ്റിൻ്റെ ജനറൽ ഫങ്ഷനെയാണ് സെക്കൻഡ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള സാധനങ്ങളുണ്ട്. നമ്മൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെറ്റർ എൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫോട്ടോ കപ്ലറാണ്. അതുപോലെ ക്യൂ ആണെങ്കിൽ റേഡിയേഷൻ ജനറേറ്റിംഗ് ഡിവൈസ് സച്ച് ആസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. ടി ആണെങ്കിൽ അത് കൺട്രോളിംഗ് ആൻഡ് സ്വിച്ചിങ് പവർ ഡിവൈസ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് തൈറിസ്റ്റർ. ഹാവിങ് എ സ്പെസിഫൈഡ് ബ്രേക്ക് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു സ്പെസിഫൈഡ് ബ്രേക്ക് ഡൗൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സ്വിച്ചിങ് പവർ ഡിവൈസ് ആയിരിക്കും ടി ആണെങ്കിൽ. വൈ ആണെങ്കിൽ അതൊരു റെക്ടിഫയർ ഡയോഡ് അല്ലെങ്കിൽ ബൂസ്റ്റർ ഡയോഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഡയോഡ് ആയിരിക്കും. സെഡ് ആണെങ്കിൽ വോൾട്ടേജ് റെഫറൻസ് ഓർ വോൾട്ടേജ് റെഗുലേറ്റർ ഡയോഡ് ആയിരിക്കും. അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് സപ്രസർ ഡയോഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ലെറ്ററിൽ എന്താണ് അതിൻ്റെ ഫങ്ഷനാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ 1N 2N 3N എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഇപ്പോൾ ഡയോഡ് തന്നെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കാണാം 1N4007 എന്ന് പറഞ്ഞ ഡയോഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ 1N 2N 3N എന്ന് നമുക്ക് നോക്കാം. 1N എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു സിംഗിൾ ജംഗ്ഷനേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് 1N എന്ന് പറഞ്ഞാൽ മീനിങ്. അതുപോലെ തന്നെ 2N എന്ന് പറഞ്ഞാൽ 2 ജംഗ്ഷൻ, 3N എന്ന് പറഞ്ഞാൽ 3 ജംഗ്ഷൻസ്. അപ്പോൾ എത്ര ജംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ആ ഫസ്റ്റുള്ള ന്യൂമറിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ കോമ്പോണൻസിനെ എല്ലാം
രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, പാസീവ് കോമ്പോണൻസ് ആൻഡ് ആക്റ്റീവ് കോമ്പോണൻസ് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസീവ് കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പാസീവ് കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റേഴ്സ്. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എല്ലാം ഈ പറയുന്ന കോമ്പോണൻസ് എല്ലാമാണ് നമുക്ക് പാസീവ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാസീവ് കോമ്പോണൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പോണൻസിന് ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് ആംപ്ലിഫയിങ് ഓർ പ്രോസസ്സിങ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. അതിന് ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ കഴിയില്ല. പിന്നെ നമ്മൾക്ക് ഈ പാസീവ് കോമ്പോണൻസിൽ വരുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസീവ് കോമ്പോണൻസ് കൊണ്ട് ഫോം ചെയ്യുന്ന സർക്യൂട്ട് നമ്മുടെ ബേസിക് ലോസ് ആയിട്ടുള്ള ഓംസ് ലോയും കിർച്ചോഫ് ലോയും എല്ലാം ഒബേ ചെയ്യും എന്നുള്ളതാണ് പാസീവ് കോമ്പോണൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ പാസീവ് കോമ്പോണൻസിലെ ഫസ്റ്റ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റേഴ്സിൻ്റെ കുറച്ച് ടൈപ്സും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റെസിസ്റ്റർ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റെസിസ്റ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ടു ലിമിറ്റ് ദ കറണ്ട് ടു എ സ്പെസിഫൈഡ് വാല്യൂ. നമ്മൾ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഒരു സ്പെസിഫൈഡ് വാല്യൂവിലേക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് എ ഡിസൈഡ് വോൾട്ടേജ് ഡ്രോപ്പ്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കാറുണ്ട്. ആ റെസിസ്റ്റേഴ്സിൻ്റെ ഒരു ടൈപ്പാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റെസിസ്റ്റേഴ്സിനെ നമ്മൾ കുറേ ടൈപ്പായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റേഴ്സ് നമ്മൾ ഹൈ കറണ്ട് ആപ്ലിക്കേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് 1 വാട്ട് ടു 100 വാട്ട് ഓർ മോർ, ആ വാട്ടേജ് റേറ്റിങ്ങിലാണ് നമുക്ക് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ലെസ് ദാൻ 1 ആൻഡ് ഗോ അപ്പ് ടു സെവറൽ തൗസൻഡ് ഓംസ്. ഒന്നിൽ താഴെയോ അല്ലെങ്കിൽ ഒന്നിന് മുകളിലേക്ക് സെവറൽ തൗസൻഡ് ഓംസ് വരെ അത് പോകാം, അതിൻ്റെ വാല്യൂ എന്ന് പറയും. അതുപോലെ തന്നെ ഈ വയർ ബൗണ്ട് റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അക്യുറേറ്റ് വാല്യൂ എവിടെയാണോ ആവശ്യം അവിടെയാണ് നമ്മൾ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സാണ്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈൻ കാർബൺ ഓർ ഗ്രാഫൈറ്റ് മിക്സ്ഡ് വിത്ത് പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ബൈൻഡറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂവിനനുസരിച്ചിട്ട് നമ്മൾ അത് ഡിസൈൻ ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഈ കാർബൺ റെസിസ്റ്റേഴ്സ് 1 ഓം മുതൽ 22 മെഗാ ഓം വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി 0.1, 0.125, 0.25, 0.5 ആൻഡ് 2 വാട്ട്സ്. ഇത്രയും വാട്ടേജ് റേറ്റിംഗിൽ നമുക്ക് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ആണ്. ഈ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് 1 ഓം മുതൽ ഫ്യൂ മെഗാ ഓംസ് വരെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 2 വാട്ട്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇത് 85 ഡിഗ്രി സെൽഷ്യസ് മുതൽ 155 ഡിഗ്രി സെൽഷ്യസ് വരെ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്. അടുത്തത് നമുക്ക് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആണ്. മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് 1 ഓം മുതൽ 10 മെഗാ ഓം വരെ അവൈലബിൾ ആണ്. 1 വാട്ട് വരെയും അവൈലബിൾ ആണ്. അതുപോലെ 120 ഡിഗ്രി സെൽഷ്യസ് മുതൽ 175 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളൊരു റെസിസ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റെസിസ്റ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ, നോമിനൽ വാല്യൂ ഓഫ് റെസിസ്റ്റർ എത്ര ഓം ആണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോളറൻസ് ലിമിറ്റ് നമ്മൾ പറയാറുണ്ട്. ഇൻ പേഴ്സൻറ്റേജിൽ എത്രയാണ്, 5% ആണോ 10% ആണോ എന്നുള്ളത് നമ്മൾ റെസിസ്റ്റർ വാങ്ങിക്കുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നാലാമത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോഡിംഗ് കപ്പാസിറ്റി ഓഫ് കോമ്പോണൻറ്റ്സ് ഇൻ വാട്ടേജ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ റെസിസ്റ്റർ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക്
കളർ കോഡഡ് റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ചിലപ്പോൾ ഇത് +2 ക്ലാസ്സുകളെല്ലാം പഠിച്ചു കാണും, എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾക്ക് കളർ കോഡഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം. ഒരു റെസിസ്റ്ററിൽ 4 ബാൻഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ്, തേർഡ് ബാൻഡ് ആൻഡ് ഫോർത്ത് ബാൻഡ്. ഓക്കെ, ഈ ഓരോ ബാൻഡിലും ഓരോ കളറുകൾ ഉണ്ടാവും. ആ ഓരോ കളറുകൾക്കും നമ്മൾക്ക് ഓരോ കളർ കോഡിംഗ് നമ്പേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ആ കളർ കോഡിംഗ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ബാൻഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ബാൻഡും സെക്കൻഡ് ബാൻഡും സൂചിപ്പിക്കുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ കളർ കോഡിന് പ്രപ്പോർഷനായിട്ടായിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് ഫസ്റ്റ് ബാൻഡും സെക്കൻഡ് ബാൻഡും സൂചിപ്പിക്കുന്നത്. തേർഡ് ബാൻഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് 2 ന്യൂമറിക്കൽ കഴിഞ്ഞിട്ട് × 10⁻² ദാറ്റ് നമ്പർ റെപ്രസെൻറ്റിങ് ദാറ്റ് കളർ കോഡാണ്. അതൊരു മൾട്ടിപ്ലയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. തേർഡ് ബാൻഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലയർ ആണ്. ഫോർത്ത് ബാൻഡ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ടോളറൻസ് ആണ്. ഇൻ പേഴ്സൻറ്റേജിലാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റെസിസ്റ്ററിൻ്റെ ബാൻഡുകളിലെ കളർ കോഡുകൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കി, നമ്മൾ കണ്ടു. ഇനി ഓരോ കളറിനുമുള്ള കോഡിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഇത് പഠിക്കാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കളർ കോഡിൻ്റെ എല്ലാം ആദ്യത്തെ ലെറ്ററുകൾ ഒന്നിച്ച് വായിച്ചിട്ടാണ് നമ്മൾ പഠിക്കാറ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ ഫസ്റ്റ് ബാൻഡിൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ബ്രൗണിൻ്റെ വാല്യൂ 1 ആണ്. റെഡിൻ്റെ വാല്യൂ 2 ആണ്. ഓറഞ്ചിൻ്റെ വാല്യൂ 3 ആണ്. യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഇത് നമ്മൾ ആദ്യത്തെ 2 ബാൻഡുകളിൽ ഈ ഫിഗേഴ്സ് അതേപടി ഉപയോഗിക്കുകയും മൂന്നാമത്തെ ബാൻഡിലേക്ക് വരുന്ന സമയത്ത് മൂന്നാമത്തെ ബാൻഡിൻ്റെ കളർ നമ്മൾക്ക് ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ബാൻഡിൻ്റെ നമ്പേഴ്സ് അതേപടി എഴുതുക. ഇപ്പോൾ ഫസ്റ്റ് ബാൻഡിൻ്റെ കളർ റെഡും സെക്കൻഡ് ബാൻഡിൻ്റെ കളർ ഓറഞ്ചും ആണ് എന്ന് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2, 3 എന്ന് എഴുതുക. തേർഡ് ബാൻഡിൻ്റെ കളർ ബ്രൗൺ ആണെന്ന് വയ്ക്കുക. ബ്രൗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗണിൻ്റെ നോർമൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ തേർഡ് ബാൻഡായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് 2, 3 × 10⁻⁴. അങ്ങനെയാണ് നമ്മൾ തേർഡ് ബാൻഡിനെ സ്പെസിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഫോർത്ത് ബാൻഡ് എന്ന് പറയുന്നത് ടോളറൻസ് ലിമിറ്റാണ്. നമ്മളെ ഫോർത്ത് ബാൻഡ് എന്ന് പറയുന്നത് സിൽവർ കളറാണെങ്കിൽ നമ്മൾ ±10% ടോളറൻസ് ആണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഗോൾഡ് ആണെങ്കിൽ ±5% ടോളറൻസ് ആണ് നമ്മൾ എടുക്കുക. ഇനി അഥവാ നമ്മൾക്ക് ഫോർത്ത് ബാൻഡ് ഇല്ല, ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ ±20% ടോളറൻസ് ആണ് നമ്മൾ എടുക്കുക. ഫസ്റ്റ് ബാൻഡും സെക്കൻഡ് ബാൻഡും നമ്പേഴ്സ് ന്യൂമറിക്കൽസ് അതേപടി തന്നെ വെക്കുക. തേർഡ് ബാൻഡ് മൾട്ടിപ്ലയർ ആയിട്ട് എടുക്കുക. ഫോർത്ത് ബാൻഡ് അതിൻ്റെ ടോളറൻസ് ഇൻ പെർസെൻറ്റേജ് ആയി എടുക്കുക. നമ്മളിത് പഠിക്കാറുള്ളത് ROY നമ്മൾ റോയ് എന്ന് പറയും. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ GB, വെരി ഗുഡ് വൈഫ് VGW. അങ്ങനെയാണ് നമ്മൾ ഇതിനെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ROY, BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. അടുത്തതായി നമ്മൾ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് നോക്കാം. അതിലാദ്യമായി വരുന്നതാണ് PTC റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസിസ്റ്റേഴ്സ് എന്ന് പറയും. PTC റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്ററാണ്.
നമ്മൾക്ക് അതിൽ തന്നെ അറിയാം പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് നോൺ ലീനിയർലി. ഈ ഒരു ചോദ്യം നമ്മൾക്ക് പരീക്ഷകളിലെല്ലാം ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഇൻ PTC റെസിസ്റ്റേഴ്സ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ റെസിസ്റ്റൻസ് എന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ NTC റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ തെർമിസ്റ്റേഴ്സ്. NTC റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ റെസിസ്റ്റേഴ്സ്. അതിൻ്റെ പ്രത്യേകത ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോൺ ലീനിയറായി ഡിക്രീസ് ചെയ്യും. ഈ PTC റെസിസ്റ്ററിൻ്റെയും NTC റെസിസ്റ്ററിൻ്റെയും പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വിച്ചിങ് ഓപ്പറേഷൻ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള സ്വിച്ചിങ് ഓപ്പറേഷൻസിൽ നമുക്ക് ഈ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മെഷർമെൻറ്റും ടെമ്പറേച്ചർ കോമ്പൻസേറ്റേഴ്സുമായിട്ടും നമ്മൾ ഈ PTC NTC റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ VDR അല്ലെങ്കിൽ വാരിസ്റ്റർ. VDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഫോൾസ് നോൺ ലീനിയർലി വിത്ത് ഇൻക്രീസിങ് വോൾട്ടേജ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് നോൺ ലീനിയർ ആയിട്ട് ഫോൾ ചെയ്യും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ആർക്ക് ക്വഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോട്ടോ കണ്ടക്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഫോൾസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇല്യൂമിനേഷൻ. ഇല്യൂമിനേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. നമ്മളിത് ഉപയോഗിക്കുന്നത് ലൈറ്റ് ബാരിയേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് റിലേസിലെ ലൈറ്റ് ബാരിയേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെഷറിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, അതിനുവേണ്ടിയും നമ്മൾ LDR യൂസ് ചെയ്യാറുണ്ട്. അടുത്ത കോമ്പോണൻ്റ് ആണ് ഇൻഡക്ടർ. ഓക്കെ, ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻഡക്ടർ എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ഇൻഡ്യൂസ് വോൾട്ടേജ് ഇൻ ഇറ്റ്സെൽഫ്. ഒരു കണ്ടക്ടറിൽ വോൾട്ടേജ് സ്വന്തമായി ഇൻഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്, വെൻ ദ കറണ്ട് ചേഞ്ചസ് ഇൻ ഇറ്റ്. കറണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കണ്ടക്ടറിൽ സെൽഫായി വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉള്ളതിനെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻഡക്റ്റൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറ്. നമ്മൾ ഇൻഡക്ടറിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് ഈ ഫിഗറിൽ കാണുന്നത്. അതിൽ കാണാം ഒരു ഷീൽഡഡ് ഇൻഡക്ടർ കാണാം, എയർ കോർ ഇൻഡക്ടർ കാണാം, അതുപോലെ അയൺ കോർ ഇൻഡക്ടറും കാണാം. റെസിസ്റ്റർ സ്പെസിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഇൻഡക്ടർ സ്പെസിഫൈ ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിൽ ആദ്യത്തെ ഫാക്ടറാണ് നോമിനൽ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ് ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടോളറൻസ് ഇൻ പെർസെൻറ്റേജ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് വൈൻഡിങ്. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കോർ. അടുത്തതെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. എന്ത് ആപ്ലിക്കേഷനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതും സ്പെസിഫൈ ചെയ്യണം. അടുത്തതായി നമ്മൾ പാസീവ് കോമ്പോണൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തതാണ് ആക്റ്റീവ് കോമ്പോണൻസ്. ഓക്കെ, ആക്റ്റീവ് കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പോണൻസ് അതർ ദാൻ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്. ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടേഴ്സും അല്ലാത്ത അതർ കോമ്പോണൻസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആക്റ്റീവ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളുകളാണ് ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, വാക്യൂം ട്യൂബ്സ്, SCRs, ഡയാക്സ്, ജനറൽ ഡയോഡ്സ്, ട്രയാക്സ്, UJT, FET, ബ്രിഡ്ജ് റെക്ടിഫയർ. നമ്മൾ ഇതിൻ്റെ എല്ലാം വിശദമായ എക്സ്പ്ലനേഷൻസ് വരും ഭാഗങ്ങളിൽ തരുന്നതാണ്. ഇത് എല്ലാം സെമി കണ്ടക്ടർ ഡിവൈസസുകളാണ്. നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരും ചാപ്റ്ററിൽ ഉണ്ടാവുന്നതാണ്. ഈ ആക്റ്റീവ് കോമ്പോണൻസിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്റ്റീവ് കോമ്പോണൻസ് ഉള്ള സർക്യൂട്ട് നമ്മുടെ ബേസിക് ലോസ് ആയിട്ടുള്ള ഓംസ് ലോയും കിർച്ചോഫ്സ് ലോയും ഒന്നും ഒബൈ ചെയ്യുകയില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.